ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ്. നമുക്ക് തുടങ്ങാം. കോട്ടുവായി മിറ്റൻ സിറ്റ് ഔട്ടിന് വഴി വെയിലിൽ നിന്ന് വെറുതെ റോഡിനപ്പുറത്തെ അയൽവക്കത്തെ ഹാർബറിന്റെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അമ്മേ! അത്ഭുതത്തോടെ അകത്തേക്ക് നോക്കാതെ ഞാൻ വിളിച്ചു, അമ്മേ! അമ്മയിൽ നിന്നും പ്രതികരണമൊന്നും കാണാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും ആദ്യത്തെക്കാൾ ശബ്ദത്തിൽ വിളിച്ചു, എന്നാടാ ഇങ്ങ് വന്നേ. ഷേ എടാ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. എന്നാ കാര്യം? ഇങ്ങ് വന്നേ അമ്മേ. ഞാൻ വീണ്ടും ഒച്ചയിട്ടു. ദോശ ചുടുകയായിരിക്കണം. വന്നത് കയ്യിൽ ചട്ടുകവുമായാണ്. എന്നാ? ഞാൻ നോക്കുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു. അവിടെ പുതിയ താമസക്കാരെത്തിയല്ലോ. അമ്മയും അങ്ങോട്ട് നോക്കി. ആ ശാരദ സിസൈപ്പോൾ ആരെയിലുമായിരുന്നേൽ മതിയായിരുന്നു. അങ്ങോട്ട് നോക്കി അമ്മ നെടുകൾപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഇടയ്ക്കൊക്കെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കായിരുന്നു. മുൻവശത്തെ കഥകൾ തുറന്നു കിടക്കുന്നുണ്ട്. അകത്ത് ആരോ ഉണ്ടെന്ന് വ്യക്തം. പക്ഷേ ആരെയും പുറത്തേക്ക് കാണാനില്ല. അങ്ങോട്ട് നോക്കിയിരുന്ന എന്റെ പണി നടക്കുകയില്ല. അമ്മ എന്റെ തലയ്ക്ക് ഒരു കൊട്ട് തന്നുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഞങ്ങൾക്ക് കുറെ ആടുകളും പശുക്കളുമുണ്ട്. അതിനേക്ക് നോക്കുന്നത് അമ്മയാണ്. പിന്നെ കുറച്ച് സ്ഥലവും. അതിൽ ചേന, ചേമ്പ്, കപ്പ, കാപ്പി, കൊക്കോ, കുരുമുളക്, തെങ്ങ് അധികമൊന്നുമില്ല. അത്യാവശ്യം വരുമാനം അതിൽ നിന്നും കിട്ടും. പിന്നെ ഞാൻ ടൗൺ എന്ന് വെച്ചാൽ ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നു. ജോലി എന്ന് വെച്ചാൽ ഓണെന്നോണം എന്നൊക്കെയാണ് മുതലാളി രാഘവൻ ചേട്ടൻ എന്നെ വിളിക്കുന്നത്. ക്യാഷ്യറായിരിക്കുന്നത് മുതൽ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവരുന്നത് വരെയുള്ള ജോലികൾ അതിൽ വരും. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അയൽവക്കത്തെ വീട്ടിലേക്ക് ഒന്നുകൂടി നോക്കി. എന്നിട്ടും അവിടെയെങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്നകത്ത് ജനാലയ്ക്കപ്പുറം ഒരു നീഴൽ ഞാൻ കണ്ടു. ആദ്യമൊന്ന് ഭയപ്പെട്ടു. നല്ല ഉയരവും വണ്ണവുമുള്ള ആരവുമാണ്. ശരിക്കുള്ള ഭയം ആ നിഴൽ പുറത്തേക്കിറങ്ങി എന്റെ മുന്നിലേക്ക് വന്നപ്പോഴാണ്. കാർലോസ്. ആ രൂപം കണ്ട് ഞാൻ യാന്ത്രികമായി മന്ത്രിച്ചു, കാർലോസ് KP. 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ തുടർച്ചയായ 2 വർഷങ്ങളിൽ എന്റെ മുന്നിൽ പെരുകി സ്വപ്നം പോലെ ഉണ്ടായിരുന്നവൻ. കണ്ടുമുട്ടുമ്പോൾ തന്നെ വായ നിറയെ തെറി. അതും ഏറ്റവും വൃത്തികെട്ട തെറി. വെറുതെ രസത്തിന് മുഷ്ടി ചുരുട്ടിയിടിക്കുക, തള്ളി വീഴിക്കുക, പരസ്യമായി അവഹേളിക്കുക. 2 വർഷം. അതാ ആ ലവലാതി എന്നെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അവൻ എന്റെ നേരിയ വരുന്നു. മുഖത്ത് ഇപ്പോഴും ഉണ്ട് പരിഹാസച്ചിരി. പഴയ സ്കൂൾ കാലഘട്ടത്തിലെ ഭീതി നിറഞ്ഞ ദിനങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന കുറച്ചിരി. നീ? എന്റെ നേരെ സംശയത്തോടെ വിളിച്ചുകൊണ്ട് അവൻ എന്നെ നോക്കി. ശ്യാം മോഹൻ? അതെ. ഞാൻ തലകുലുക്കി. നീ എന്നാ ഇവിടെ? ഇതാ എന്റെ വീട്. പിന്നിലേക്ക് കണ്ണ് കാണിച്ച് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ അയൽവക്കംകാരാണോ? എന്റെ മനസ്സ് തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2 വർഷങ്ങൾക്ക് മുമ്പ് +2 പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഇവനെ ഒരുപാട് സഹിച്ചു. ഇനി അയൽവക്കത്ത് കിടന്നുകൊണ്ട് ആ സഹനം തുടരണം. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ. എന്റെ തോളിൽ പതിയടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീ എന്നാ തീറ്റയും കുപ്പിയൊന്നുമില്ലേ? അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും എല്ലും തോലുമായിട്ട്. എന്നെ നോക്കിക്കേ, ഞാൻ തന്നെ സൂപ്പർ മസിൽമാനായില്ലേ? ശരിയാണ്. പണ്ടേ തന്നെ കോട്ടിനൊരു മനുഷ്യനാണ് കാർലോസ്. ഒരു ആചാനുഭാവു. ഇരുമ്പ് പോലെയുള്ള വലിയ കാലുകളും മസിൽ ഉയർന്നിറങ്ങുന്ന വലിയ കൈകളും. അപ്പോഴാണ് അമ്മ അകത്തു നിന്നും പുറത്തേക്ക് വന്നത്. നൈറ്റി അരയിൽ കുത്തിവെച്ച് തിടുക്കത്തിലാണ് ഇറങ്ങി വന്നത്. എൻ്റെ അമ്മയെ നോക്കി കാർലോസ് അങ്ങനെ പറയുന്നത് ഞാൻ വ്യക്തമായും കേട്ടു. അവന്റെ മുഖത്ത് ഒരു അത്ഭുത ഭാവം ഞാൻ കണ്ടു. അത് കണ്ട് നേരെ പറഞ്ഞ അവനെ ഒറ്റയടിക്ക് കൊല്ലാനുള്ള ദേഷ്യം വന്നു എനിക്ക്. ഒന്നാമത് അമ്മയും കൊണ്ട് എപ്പോൾ പുറത്തു പോയാലും ചില ആണുങ്ങളുടെ കണ്ണ് പറിക്കാതെയുള്ള ഒരുമാതിരി നോട്ടവും കമന്റുകളും എന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്.
അതിന് കാരണം ഈ പ്രായത്തിലുമുള്ള അമ്മയുടെ സൗന്ദര്യമാണ്. അവരുടെ നോട്ടങ്ങളിൽ പോലും അസ്വസ്ഥനായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെറുക്കുന്ന ഇവൻ അമ്മയുമായി നോക്കി അത്ഭുതപ്പെട്ടു നിന്ന് കൊല്ലാനുള്ള ദേഷ്യം വരില്ലേ. നീ അവിടെ നിൽക്കുവാനോ ഇപ്പോഴും? അമ്മ എന്നോട് ചോദിച്ചു. അതാരാരാ? കാർലോസിനെ കണ്ട് അമ്മ ചോദിച്ചു. ശ്യാമിന്റെ ഫ്രണ്ടാ. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കാർലോസ് പെട്ടെന്ന് പറഞ്ഞു, ഇപ്പം നിങ്ങളായല്ലോ കോ. എന്നിട്ട് അവൻ അമ്മയെ ആകെ ഒന്ന് നോക്കി. ശ്യാമിന്റെ സിസ്റ്ററാണോ? ആ ചോദ്യം കേട്ട് അമ്മ ചിരിച്ചു. അമ്മ ചിരിക്കുന്നോ? എനിക്ക് അത് വിശ്വസിക്കാനായില്ല. അമ്മയുടെ ചിരി എന്നെ അതിയായി ത്രില്ലരിപ്പിച്ചു. ഒരുപാട് നാളായി അമ്മയെ ചിരിച്ചു കണ്ടിട്ട്. ഒരുപാട് നാളെന്ന് വെച്ചാൽ ഏകദേശം 2 വർഷം. എൻ്റെ അമ്മയുടെ പേര് മായ എന്നാണ്. അമ്മയുടെ അനിയത്തി എൻ്റെ രേഖാൻ്റെ മരിച്ചതിന് ശേഷം. അമ്മയാണ് ആൻറ്റിയെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. ആൻറ്റി ഒരാശുപത്രിയിൽ നേഴ്സായിരുന്നു, ദൂരെ ടൗണിൽ. വീടും ആശുപത്രിയും തമ്മിലുള്ള ദൂരമേറെയായതിനാൽ അടുത്ത് തന്നെ 2-3 നേഴ്സുമാർ ഒരുമിച്ചൊരു ചെറിയ വീടെടുത്ത് താമസിക്കുകയായിരുന്നു. ഒരു ദിവസം വീടിന് വെളിയിൽ ആൻറ്റിയുടെ ജീവനില്ലാത്ത ശരീരം കാണപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്നാണ്. പോലീസ് അന്വേഷണമോ ഒക്കെ ഉണ്ടായെങ്കിലും കേസ് എവിടെയും എത്തിയില്ല. അന്നു മുതൽ അമ്മ മുഖത്ത് പുഞ്ചിരിയില്ലാതെയാണ് ജീവിക്കുന്നത്. അയ്യോ അല്ല, ഇവന്റെ അമ്മയാ. ഓ, അവൻ പെട്ടെന്ന് മുഖം പൊലിച്ചു അത്ഭുതം കാണിച്ച് അമ്മയും നിന്നെയും മാറി മാറി നോക്കി. സോറി കേട്ടോ, അവൻ പെട്ടെന്ന് പറഞ്ഞു. കണ്ട ഇവന്റെ അമ്മയാക്കാനുള്ള പ്രായമൊന്നും തോന്നിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് അവനെ ചോദിച്ച്. അമ്മ വീണ്ടും ചിരിച്ചു. എന്നതാ വീട്ടുപേര്? അമ്മ ചോദിച്ചു. തടിയം വാപ്പി, അവൻ പറഞ്ഞു. വീട്ടുപേരുപോലെ ഞങ്ങളെല്ലാരും തടിയും പൊക്കവും ഉള്ളവരാ കേട്ടോ. അമ്മ ചിരിച്ചുകൊണ്ട് മൂളി. അത് കണ്ടാലും അറിയാം. ആഹാ, അവനെ ചിരിച്ചു. എന്നിട്ട് അവൻ കൈമസിലുകൾ കാണിക്കാൻ വേണ്ടി 2 കൈകളും ഉയർത്തി. മനോഹരമായ കനത്ത കൈമസിലുകൾ പ്രഭാതവെയിലിൽ തിളങ്ങി. സമ്മതിച്ചു, അമ്മ അവനോട് പറഞ്ഞു. വീട്ടുപേരിന് ചേരുന്ന ബോഡി തന്നെ. അവൻ ചിരിച്ചു, കൂടെ അമ്മയും. നിങ്ങൾ രണ്ടും നേരത്തെ അറിയാമായിരുന്നോ? ഞങ്ങൾ +2 ഒന്നിച്ചായിരുന്നു, കാർലോസ് പറഞ്ഞു. ഹേയ്, അമ്മ ഇവത്തോട് അവനെ നോക്കി. അപ്പൊ ശ്യാമിന്റെ ഏജ് തന്നെയാണോ? 1 വയസ്സെന്നാലും കൂടുതലായിരിക്കും അല്ലേടാ? എൻ്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു. ഞാൻ ഇഷ്ടക്കേടോടെ തല ഉലക്കി. പക്ഷേ അത് കൂടുതൽ തോന്നിക്കും കേട്ടോ. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളും അമ്മനെ തന്നെയാ, കാർലോസ് അമ്മയോട് പറഞ്ഞു. എന്നത് ഉള്ളതിനേക്കാൾ ഒരുപാട് പ്രായം തോന്നിക്കുന്നു. അല്ല, അവൻ ചിരിച്ചു. ഉള്ളതിനേക്കാൾ ഒത്തിരി കുറവ്. അതുകൊണ്ടല്ലേ ഞാൻ മുമ്പേ ഇവന്റെ സിസ്റ്റർ അല്ലേ എന്ന് ചോദിച്ചേ. അമ്മ വീണ്ടും നാണിച്ചു. എത്രയാ ശരിക്കുള്ള പ്രായം? അതിപ്പോ, അമ്മ നാണത്തോടെ പറഞ്ഞു. എന്നെ പിടിച്ച് വേഗം കെട്ടിച്ചു അച്ഛനും അമ്മയും. എന്ന് വെച്ചാൽ 15 കഴിഞ്ഞപ്പോ അടുത്ത കൊല്ലം തന്നെ ഇവനുണ്ടായി. എന്ന് വെച്ചാൽ ഇപ്പം 36 36ആണോ? കാർലോസ് ചോദിച്ചു. 36നേക്കാൾ ഇച്ചിരിയും കൂടെ കൂടുതൽ തോന്നിക്കും ചേച്ചി. പ്രായം 36 ഉള്ളൂ. പ്രത്യേകിച്ച് ഭാവമൊന്നും മാറ്റാതെ അവൾ പറഞ്ഞു. എന്തായാലും കാണാൻ നല്ല ഭംഗിയ, കാർലോസ് പറഞ്ഞു. അമ്മയുടെ സൗന്ദര്യം പുകഴ്ത്തി പറഞ്ഞത് അമ്മ രസിച്ചു. അമ്മ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ എടാ കാർലോ. പെട്ടെന്ന് കാർലോസിന്റെ വീട്ടിൽ നിന്നും പരിക്കൻ ശബ്ദത്തിൽ ആരോ വിളിക്കുന്നത് അവർ കേട്ടു. ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ഇതൊന്ന് പിടിച്ചേരാ. ഇത് കേട്ട് കാർലോസ് ഒരു തെളിവാക്ക് പെരുപെടുത്തു. അമ്മ അത് വ്യക്തമായും കേട്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. ചേച്ചി, ഞാൻ പോകുക, അപ്പനാ വിളിക്കുന്നേ. അമ്മ തല ഉലുക്കി. വൃത്തികെട്ടവൻ. കാർലോസിന്റെ പോക്ക് നോക്കി ഞാൻ പെരുപെടുത്തു. മതിലും കടന്ന് തന്റെ വീട്ടിലേക്ക് കയറുന്ന കാർലോസിനെ ഞാൻ ഒന്നുകൂടി നോക്കി. അവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി ഞാനപ്പോൾ കണ്ടു.
2 ദിവസങ്ങൾ കഴിഞ്ഞ് രാവിലെ ഉണക്കമുണർന്നപ്പോൾ അടുക്കളയിൽ നിന്നും മനസ്സിനെ കുളിർപ്പിക്കുന്ന കൃത്യമായ മണം എൻ്റെ ബെഡ്റൂമിലേക്ക് ഇരച്ചെത്തി. അമ്മ സൂപ്പർ കുക്കാണ്. ഇന്നെന്തെങ്കിലും വിശേഷപ്പെട്ടതുണ്ടാക്കിയിരിക്കണം. അടുക്കളയിലേക്ക് ചെന്ന് കാസറോൾ തുറന്നു നോക്കി. വാവ്! ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടലപ്പായസമാണ്. ഇന്നത് ഉണ്ടാക്കുവാൻ എന്തായിരിക്കും കാരണം? എനിക്ക് മനസ്സിലായില്ല. എന്തായാലെന്താ, കഴിച്ച പോലെ. ഞാൻ ഉള്ളുള്ള ഒരു പാത്രമെടുത്ത് കാസറോളിൽ നിന്ന് അല്പം അതിലേക്കെടുത്തു. നീ എന്നെ പണിയെ കാണിക്കുന്നേ? അടുക്കളയിലേക്ക് വന്ന് ഇഷ്ടപ്പെടാത്ത സ്വരത്തിൽ അമ്മ ചോദിച്ചു. അതീന്നെടുക്കല്ലേ, അപ്പുറത്ത് കലത്തിലുണ്ട്, അതീന്നെടുക്ക്. അപ്പം ഇതാക്ക. സ്പൂണിൽ നിന്ന് കാസറോളിലേക്ക് തിരികെ വെച്ച് ഞാൻ ചോദിച്ചു, കാർണൂസിനാടാ? അമ്മ പറഞ്ഞു. അവനോ? അദ്ദേഹത്തിന്. എടാ, കുറെ നാള് കൂടി തൊട്ട അയൽവക്കത്തെ ആളത്തേതല്ലേ? അത് ശരി. അല്പം ദേഷ്യത്തോടെ ഞാൻ ചോദിച്ചു. അപ്പം 2 കൊല്ലം മുമ്പല്ലേ സാരി ചേച്ചിയും ഫാമിലിയും അയൽവക്കമായിട്ട് വന്നത്? അവർക്കൊന്നും കൊടുത്തില്ലല്ലോ? വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചു. അവനെപ്പോലാണോ കാർലോസ്? അമ്മ പുഞ്ചിരിച്ചു. എന്നാ സ്നേഹവും സഹകരണമുള്ള ചെറുക്കന്. ഒന്നുമല്ലെങ്കിലും നിന്റെ ക്ലാസ്മേറ്റ് അല്ലേ? വന്നപ്പം തൊട്ട് ഓരോരോ കുഞ്ഞെ ഹെൽപ്പൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. സ്നേഹവും സഹകരണവും. അമ്മ കേൾക്കാതെ ഞാൻ പിറുപിറുത്തു. എന്നെ എന്തോരം ഉപദ്രവിച്ചവനാ. എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉണ്ടാക്കിയ പായസം കാർലോസിന് കൊടുക്കാൻ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. സാധാരണ അയൽവക്കത്ത് പോകുമ്പോൾ അമ്മ പ്രത്യേകിച്ച് ഒരുക്കമൊന്നും നടത്താറില്ല. ഇന്ന് പക്ഷേ പുതുതായി വാങ്ങിയ വെളുപ്പി ചുവന്ന ലംബ ലൈനുകളുള്ള നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. മുഖത്തൽപ്പം മേക്കപ്പ് ഇടാനും മറന്നില്ല. അവരുടെ മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ അകത്തു നിന്നും ഒച്ചത്തിൽ ഏതോ അടിച്ചുപൊളി ഹിന്ദി സിനിമ പാട്ട് കേട്ടു. വീടിനോടടുത്തപ്പോൾ തെക്കേ വശത്തെ മുറ്റത്ത് നിന്ന് കാര്യമായ വ്യായാമത്തിലാണ് അവനെന്ന് കണ്ടു. നിലത്ത് കിടന്നുകൊണ്ട് അബ്ഡോമിനൽ എക്സസൈസ് ചെയ്യുകയാണ്. അമ്മ അങ്ങോട്ട് അല്പസമയം നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവൻ ഭയങ്കര വ്യായാമത്തിലെ അമ്മേ. ഞാൻ നിരുന്മേഷത്തോടെ പറഞ്ഞു. ആ പായസം മെസ്സേജ് നമുക്ക് പോവാം. അമ്മനെയൊന്ന് പോയാൽ ശരിയാകുവോടാ? അമ്മ ചോദിച്ചു. നമ്മൾ വന്നത് കാർലോസ് കണ്ടില്ലല്ലോ, അതല്ലേ? ഞാൻ എന്തോ കെറുപെടുത്തുകൊണ്ട് വീടിന് നേരെ നോക്കി. അമ്മ അത് കേട്ടെങ്കിലും കാര്യമാക്കിയില്ല. പെട്ടെന്ന് അവൻ ഞങ്ങളെ കണ്ടു. നിലത്ത് വിരിച്ച മാറ്റിൽ നിന്നും അവൻ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. അല്ല, ആരായത്? അവൻ അത്ഭുതത്തോടെ ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സമീപത്തിരുന്ന മൊബൈൽ ഓഫ് ചെയ്തു. ഭയങ്കര ഒച്ചയായിരുന്നു അല്ലേ? മൊബൈൽ ഓഫ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. വർക്കൗട്ട് ചെയ്യുമ്പം പാട്ടില്ലാതെ എനിക്ക് പറ്റില്ലാതാ. അതുകൊണ്ട് നിങ്ങൾ വന്നത് കണ്ടുമില്ല. ഓ, അത് സാരമില്ല, അമ്മ പറഞ്ഞു. പാട്ടല്ലേ, അതാർക്കാ ഇഷ്ടമല്ലാത്ത? എന്നാലും ഇങ്ങനത്തെ ഡപ്പാമ്പൊത്ത് സ്റ്റൈൽ പാട്ടൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ ഇങ്ങനത്തെ പാട്ടൊക്കെ ഏറ്റ ചെറുപ്പത്തി ഞാനൊക്കെ ഡാൻസ് വരെ കളിച്ചിട്ടുണ്ട്. അയ്യോ, ചേച്ചി ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടോ? അവൻ അത്ഭുത ഭാവം കാണിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്ന് കാണാൻ ഇനി എന്നാ മാർഗം? ജസ്റ്റ് കളിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. അമ്മ എരുമ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ചെറുതായാലും വലുതായാലും കളി തന്നെയല്ലേ? ഡാൻസ് ഒരു കലയല്ലേ? അമ്മയുടെ കണ്ണെ നോക്കി അവൻ ചോദിച്ചു. പിന്നെ എന്റെ നേരെ തിരിഞ്ഞു. അല്ലേടാ? അവൻ എന്നോട് ചോദിച്ചു. ഞാനൊരു വലിച്ച ചിരി പാസ്സാക്കി. അവൻ്റെ ഓള കോമഡി. പിന്നെ അവൻ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അമ്മയും പ്രത്യേകിച്ചൊരു ഭാവവും കൂടാതെ അവനെ നോക്കി പുഞ്ചിരിച്ചു. ആ, അത് പോട്ടെ. പെട്ടെന്ന് ഓർമ്മിച്ച് അമ്മ പറഞ്ഞു. ഇതിവിടെ തരാൻ വന്നതാ ഞാൻ. അവന്റെ നേരെ അടുത്ത കയ്യിലിരുന്ന കാസറോൾ കാർലോസിന് നൽകിക്കൊണ്ട് അമ്മ പറഞ്ഞു. ഞങ്ങൾ എന്നതിന് പകരം ഞാൻ എന്നുപയോഗിച്ചതിൽ എനിക്ക് ഇപ്പം ഈർഷ്യ തോന്നി. ഓഹോ, താങ്ക് യു.
അവൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് അമ്മയെ നോക്കി പറഞ്ഞു. എന്നിട്ട് കാസറോൾ വാങ്ങാൻ കൈനീട്ടി. അമ്മ അതും അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പരസ്പരം ഒരു ചിരി പാസാക്കുന്നത് ഞാൻ കണ്ടു. പുതിയ അയൽവക്കക്കാരെ അമ്മ ഔദ്യോഗികമായി വെൽക്കം ചെയ്തു. പ്രസംഗ ഭാഷയിൽ അമ്മ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഇനി പോകാമേ? ഞാൻ തിരക്ക് കൂട്ടി. അതെന്നാടാവേ? കാർലോസ് എന്നോട് ചോദിച്ചു. നിങ്ങൾ ആദ്യം വരുന്നതല്ലേ എൻ്റെ വീട്ടിൽ, അപ്പോൾ ചുമ്മാ തന്നെ ഇടിപിടിയെന്ന് പോകാനൊക്കോ? അത് കൊള്ളാം, വാ ചേച്ചി. അവൻ നമ്മളെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മ അകത്തേക്ക് കയറി. മരിച്ചാണെങ്കിലും ഞാനും പിന്നാലെ ചെന്നു. എന്നതാ കുടിക്കാൻ എടുക്കണ്ടേ? അകത്ത് കയറവേ അവൻ ചോദിച്ചു. എന്നതേലും ഒന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു. അവൻ അടുക്കള ഭാഗത്തേക്ക് നടന്നപ്പോൾ അമ്മയും പിന്നാലെ ചെന്നു, ഞാനും. അവിടെ കുറെ വലിയ പാക്കറ്റുകൾ കണ്ടു. അവിടെയും ഇവിടെയുമായി ചില പാത്രങ്ങൾ, ഗ്ലാസുകളൊക്കെ അടുക്കളയുടെ മേശയിലും അലമാരിയിലുമായി ക്രമമില്ലാതെ കിടന്നു. ഒന്നും തുറന്നു വെച്ചില്ലല്ലേ? വലിയ കാർഡ്ബോർഡ് പാക്കറ്റിലേക്ക് നോക്കി അമ്മ ചോദിച്ചു. നിറയെ സാധനങ്ങളായതിനകത്ത്. ഫ്രിഡ്ജ് തുറന്ന് നേരത്തെ ഉണ്ടാക്കി വെച്ച് ജ്യൂസ് എന്തോ എടുത്ത് അവൻ 3 ഗ്ലാസുകളിൽ പകർന്നു. എവിടെ പപ്പ? അമ്മ ചോദിച്ചു. അവൻ അച്ഛൻ മാത്രമേ ഉള്ളൂവെന്ന് അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു. അമ്മ 4 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഒറ്റ മോനാണ് കാർലോസ്. ടൗണിൽ കശാപ്പുകൾ നടത്തുകയാണ് അവൻ്റെ അച്ഛൻ നിക്കോളാസ്. ഇന്ന് ഞായറല്ലേ? അവൻ പറഞ്ഞു. കശാപ്പുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇരുന്ന സന്ധി. അതുകൊണ്ട് പപ്പ വെളുപ്പിനെ പോയി. പപ്പയെ സഹായിക്കാനൊന്നും പോണ്ടേ? അമ്മ അവനോട് ചോദിച്ചു. ഉച്ച കഴിഞ്ഞ് എന്തിട്ടാറാം? ചേച്ചിയുടെ ഹസ്ബൻഡ് എപ്പോഴാ വരുന്നേ? നീ ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടറാണ് എൻ്റെ അച്ഛനെന്ന് അമ്മ അവനോട് പറഞ്ഞിരിക്കണം എന്ന് ഞാൻ അനുമാനിച്ചു. നാളെ 8 മണിയാകുമ്പോൾ വരും, അമ്മ പറഞ്ഞു. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് ഇങ്ങോട്ട് വന്നാലുള്ള ടൈമൊന്നും കിട്ടത്തില്ലായിരിക്കുമല്ലേ? ആവശ്യമുണ്ടെങ്കിൽ എന്തിനാ ഇറങ്ങാതിരിക്കുന്നേ? അമ്മ ചോദിച്ചു. ആവശ്യമുണ്ടാവുമോ? അവൻ ചോദിച്ചു. ഇതുപോലെയൊക്കെ ഉണ്ടാവില്ലേ? അമ്മ ചിരിച്ചു ചോദിച്ചു. പോയാലോ അമ്മേ? അവസാനം ക്ഷമ നശിച്ച് ഞാൻ ചോദിച്ചു. എന്നാടായത്? അമ്മ ഇഷ്ടപ്പെടാതെ എന്നെ നോക്കി. വർത്താനം പറയുന്നത് കാണുന്നില്ലേ നീ? അത്ര തിരക്കാണേ, നീ പോ. ഞാൻ പോകാൻ വേണ്ടി തിരിഞ്ഞു. നിരത്തിലിടുന്ന വെള്ളം കണ്ടില്ല. ഞാൻ തിമ്മി വീഴാൻ തുടങ്ങി. ഹേയ്! കാർലോസ് എന്നെ ചാടിപ്പിടിച്ചു. നിലത്ത് നോക്കി നടക്കുന്നില്ല. അമ്മ എന്നെ വഴക്കായി പറഞ്ഞു. കാർലോസ് എന്നെ പിടിച്ച് നേരെ നിർത്തി. എൻ്റെ കയ്യിൽ അവൻ വേദനിപ്പിക്കുന്നത് പോലെ ഒന്ന് ഞെക്കിയിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നാടാ നിനക്ക് ഇത്ര തിരക്ക്? ചോദ്യത്തോടൊപ്പം വീണ്ടും എൻ്റെ കയ്യിൽ പിടിച്ച് വേദനിപ്പിച്ച് ഞെരിച്ചു. കള്ളപ്പന്നി. അച്ഛൻ അങ്ങനെയാണ്. ഉറക്കെ ചിരിക്കും, ഉറക്കെ വർത്താനം പറയും. വീട്ടിലെപ്പോഴും തമാശയും ബഹളവും ഒക്കെയാണ്. ഹിക്കാർക്കും ഇഷ്ടമാണ് അച്ഛനെ. ആ ഒരാഴ്ച ഞാനും വളരെ സന്തുഷ്ടനായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും പോയി. അമ്മ കാർലോസിനെ പറ്റിയോ അവൻ്റെ വീട്ടിൽ പോയതിനെ പറ്റിയോ അവന് പായസം ഉണ്ടാക്കി കൊടുത്തതിനെ പറ്റിയോ ഒന്നും അച്ഛനോട് പറഞ്ഞില്ല. ഞാനും അമ്മയും അടുക്കളയിലായിരുന്നു. ഞാൻ പാത്രമായി കഴുകുന്നു. അമ്മ യൂട്യൂബ് നോക്കി ഫ്രിഡ്ജിലെ ലീക്ക് എങ്ങനെ തടയാം എന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോർബെൽ അടിക്കുന്നത് കേട്ടു. അമ്മ ഉടനെ അങ്ങോട്ട് പോയി ആരാണെന്ന് നോക്കി. 2-3 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ കാർലോസ് അകത്തേക്ക് കയറി വന്നു. അവൻ്റെ കയ്യിൽ ഒരു കാസറോൾ ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ടായിരുന്നു കാർലോസ്, അമ്മ അവനോട് പറഞ്ഞു. നിങ്ങളുടെ പായസത്തിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും കാണത്തില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഒന്ന് തിന്നു നോക്കിക്കേ. അവൻ അതിവിനെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കണ്ടോടാ. അമ്മ എൻ്റെ മേൽക്ക് കാസറോൾ നീട്ടി. എന്നതാ അതിനകത്ത്? ഞാൻ ചോദിച്ചു. ചിക്കൻ കറി. അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങൾ ഉണ്ടാക്കുന്ന അത്രയൊന്നും ഒക്കുകയല്ല കേട്ടോ. കാർലോസ് പിന്നെയും വിനയാന്വിതനായി.
അമ്മ അത് തുറന്നു. അപ്പോൾ പുറത്തേക്ക് എന്നെ കൊതിപ്പിക്കുന്ന മണം പരന്നു. അമ്മ മൂക്ക് വിടർത്തി അഭിനന്ദിക്കുന്ന രീതിയിൽ അതിന്റെ മണം ഉള്ളിലേക്കെടുത്തു. പിന്നെ അതിലൽപ്പം എടുത്ത് രുചിച്ചു. ഹായ്, അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. എന്താ ഒരു ടേസ്റ്റ്? അത് കഴിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. അന്റെ ചേച്ചി ഇവിടെ എന്താ ചെയ്യുക? കാസറോൾ ഷെൽഫിലേക്ക് വെച്ചപ്പോൾ കാർലോസ് ചോദിച്ചു. എന്നാന്നറിയത്തില്ല. ഫ്രിഡ്ജിലേക്ക് നോക്കി അമ്മ പറഞ്ഞു. ലീക്ക എന്ന് രാവിലെ മുതൽ യൂട്യൂബിലൊക്കെ നോക്കുമായിരുന്നു. 10 വീഡിയോയിലും 10 തരം കാര്യങ്ങളാ പറയുന്നത്. ആകെ കൺഫ്യൂഷനായി. ലീക്കാണോ? ഫ്രിഡ്ജിലേക്ക് നോക്കി കാർലോസ് ചോദിച്ചു. ഫ്രിഡ്ജിനകത്ത് കൈയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് കാർലോസ് ഇന്നെയൊന്ന് നോക്കിക്കേ. അമ്മ ഫ്രീസറിലേക്ക് കൈകടത്തി നോക്കി. അമ്മ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഓക്കെ ആയല്ലോ, താങ്ക് യു. വീട്ടിലെ ഈ ടൈപ്പ് പണിയൊക്കെ ഞാനാ ചെയ്യുന്നു ചേച്ചി. മക്കളായ അങ്ങനെ വേണം, അമ്മ പറഞ്ഞു. എന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. എങ്കിലും ഞാൻ നിയന്ത്രിച്ചു. വീട്ടിൽ മമ്മി വന്നപ്പോ എന്നെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. ഇപ്പം പക്ഷേ അവന്റെ സ്വരം ഇടവിയോ. എന്റെ അമ്മ സൂപ്പർ അഭിനയം, ഞാൻ ഓർത്തു. ഓ, അത് കേട്ട് അമ്മയും വികാരാധീനയായി. അമ്മ അവന്റെ തോറി തട്ടി ആശ്വസിപ്പിക്കുന്നത് പോലെ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, പിന്നെന്താ? അതിൽ പിന്നെ അമ്മയും കാർലോസിനെയും പലതവണ മതിലിനടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ എപ്പോ പുറത്തുപോയി തിരിച്ചു വരുമ്പോഴും അവരെ അവിടെ വെച്ച് കണ്ടു. അതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാർലോസിനോടുള്ള വെറുപ്പും ഇഷ്ടക്കേടുമാണ് എന്റെ പ്രശ്നം. അച്ഛൻ വരുമ്പോ അമ്മ ഒരിക്കലും അതിനടുത്ത് പോയി നിന്ന് അവനോട് വർത്താനം പറയുന്നത് ഞാൻ കാണാറില്ല. അച്ഛനില്ലാത്തൊരു ദിവസം ഞാൻ എന്തിനോ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ അമ്മ ആരോട് ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ കാർലോസിന്റെ ഫോട്ടോ കണ്ടു. സ്ക്രീൻ മൊത്തം ഉണ്ടപ്പോൾ അമ്മ അവനെ സ്നാപ്ചാറ്റിൽ ആഡ് ചെയ്തു. വിശ്വാസം വരാതെ ഞാൻ ചോദിച്ചു. എടാ അതെ. സംസാരം അവസാനിപ്പിച്ച അമ്മ പറഞ്ഞു. അതിൽ അനുനയിപ്പിക്കുന്ന സ്വരമുണ്ടോ? ഞാൻ സംശയിച്ചു. എന്തേലും ആവശ്യം വരുവാണെങ്കിൽ സ്നാപ്ചാറ്റിൽ മെസ്സേജ് ഇടുന്നതാ സൗകര്യം എന്ന് കാർലോസിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്തേലും ആവശ്യമോ? ഞാൻ ചോദിച്ചു. എന്താവശ്യം? ഇന്നലത്തെ പോലെ ഫ്രിഡ്ജിലെ ലീക്കോ അങ്ങനെ എന്തേലും? അത്തരം അത്യാവശ്യങ്ങൾ തുടർന്ന് വന്ന ദിവസങ്ങളിൽ കൂടെ സംഭവിച്ചു. മിക്സിക്ക് കേടുപാട്, TV റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല, ടാപ്പിലൂടെ വെള്ളം വരുന്നില്ല. അപ്പോഴൊക്കെ കാർലോസ് ഓടി വന്നു. ഒരു വൈകുന്നേരം ഞാൻ വരുമ്പോ സിങ്കിനടുത്ത് നിന്ന് ആരോടോ ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്നത് കേട്ടു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ അടുക്കള വാതിൽക്കലേക്ക് ചെന്നു. അപ്പോൾ സിങ്കിനടിയിൽ കാർലോസ് മലർന്നു കിടന്നുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്ന പ്ലാസ്റ്റിക് പൈപ്പ് തിരിക്കുന്നത് കണ്ടു. ഓ, രാമനാഥൻ ഇതും വശമുണ്ടോ എന്ന മട്ടിൽ അവനെ നോക്കി. പെട്ടെന്നൊരു ഭയം എന്നെ പിടികൂടി. ഞാൻ അവിടെ നിന്നും പിൻവലിഞ്ഞു. അച്ഛൻ വീട്ടിൽ നിന്നെങ്കിലേ ഈ കള്ളപ്പന്നിയുടെ വരവ് നിൽക്കുകയുള്ളൂ. അമ്മയുടെ മകനടുത്തേക്കൊന്ന് പോക്കും ഇവനോടുള്ള വാഗ്ദാനം വച്ചിലും നിൽക്കുകയുള്ളൂ. അപ്പുറത്തെ പുതിയ വീട്ടിൽ താമസക്കാരെത്തി. കഴിഞ്ഞ തവണ അച്ഛൻ വന്നപ്പോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ പറഞ്ഞു. ഒട്ടും താല്പര്യം കാണിക്കാതെ അച്ഛൻ മൂടി. അവിടെ ഒരു നല്ല പയ്യനുണ്ട്. ഇവിടെ എന്നെ ആവശ്യമാണേലും ഓടി വന്ന് സഹായിക്കും. അത് പറയുമ്പോ അമ്മയുടെ മുഖത്ത് പ്രത്യേക ഇഷ്ടമോ താല്പര്യമോ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. എന്നേനും ചെയ്തു കഴിഞ്ഞ് എന്തേലുമൊക്കെ കൊടുത്തു വിടണം. വെറുതെ ആരുടെ സൗജന്യമൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ശബ്ദത്തിൽ എന്തേലും പ്രത്യേകതയുണ്ടായിരുന്നോ? ഇന്ന് ചിലപ്പോ അച്ഛൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അനുമാനിച്ചു. രാവിലെ ഫോണിൽ സംസാരിക്കുമ്പോൾ അമ്മനെ കേട്ടതായി തോന്നുന്നു. അന്ന് രാത്രി ഞാനും അമ്മയും അത്താഴം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മറ്റേ കയ്യിൽ ഫോണുമുണ്ട്. ഈയിടെയായി ഫോൺ ഉപയോഗം ഇത്തിരി കൂടുതലാണ് അമ്മയ്ക്ക്. ഇപ്പോഴിതാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഒന്നെങ്കിൽ എപ്പോഴും സംസാരം,
അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ അമ്മ സ്നാപ്ചാറ്റിലാണ്. പ്രതീക്ഷിച്ചതുപോലെ കാർലോസിന്റെ ഫോട്ടോയാണ് സ്ക്രീനിൽ. ഇടയ്ക്ക് അമ്മ അത് നോക്കി പുഞ്ചിരിക്കുന്നതും കണ്ടു. കാർലോസിനോടാണോ? ക്ഷമ നശിച്ച് ഞാൻ ചോദിച്ചു. ആന്നേ. അമ്മ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊരു ഭ്രാന്തൻ ചെറുക്കൻ. ഞാൻ ഇഷ്ടക്കേടോടെ തലകുലുക്കി. ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അമ്മ എന്നെ നോക്കി. ഞാൻ അമ്മയെ നോക്കി. കാർലോസിനെ ഞാൻ നാളെ കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ദേഷ്യവും അവിശ്വാസവും കലർന്ന മുഖത്തോടെ അമ്മയെ നോക്കി. എത്ര ദിവസം ആ കൊച്ചിനോരോരോ കാര്യം ചെയ്യാൻ ഇവിടെ വരുന്നു? അമ്മ അവനോടുള്ള സഹാനുഭൂതിയോടെ പറഞ്ഞു. കുറെ ടൈം അവനോട് സ്പെൻഡ് ചെയ്തില്ലേ? നമ്മൾ തിരിച്ചെന്തേലുമൊക്കെ ചെയ്യേണ്ടി. അതല്ലേ അച്ഛനും ഇന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റു. മൊത്തം കഴിച്ചിട്ട് പോടാ. അത് കണ്ട അമ്മ പറഞ്ഞു. ഓ, എനിക്കെങ്ങും വിശക്കുന്നില്ല. ഞാൻ പാത്രം എടുത്ത് സിങ്കിനടുത്തേക്ക് പോയി. പാത്രത്തിലെ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അരിശത്തോടെ തള്ളി. എന്നിട്ട് അമ്മ ഇരിക്കുന്നിടത്തേക്ക് നോക്കി. ഏതോ ഒരു സ്നാപ്പ് അമ്മ റിസീവ് ചെയ്തു എന്നെനിക്ക് തോന്നി. അത്ര താല്പര്യത്തോടെയാണ് അമ്മ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത്. വീണ്ടും റിസീവിംഗ് ടോൺ കേട്ടു. ഇത്തവണ വന്നത് ഒരു വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ കാർലോസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് കണ്ടത്. അതിലേക്ക് എത്ര താല്പര്യത്തോടെയാണ് അമ്മ നോക്കുന്നത്. എനിക്ക് ദേഷ്യവും അത്ഭുതവും ഒരുമിച്ച് വന്നു. അടുത്ത ദിവസം വൈകുന്നേരം അമ്മ അധിക സമയവും അടുക്കളയിൽ തന്നെയായിരുന്നു. കാർലോസ് വരുന്നുണ്ടല്ലോ. എന്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അമ്മയെ നോക്കി. കറുത്ത നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. സാമാന്യം ഉയരമുണ്ട് അമ്മയ്ക്ക്. കാർലോസിനെ പോലൊരു വായി നോക്കി ശരിക്കും ആകർഷിക്കുന്ന സൗന്ദര്യം ഈ പ്രായത്തിലും അമ്മയ്ക്കുണ്ട്. എല്ലാ നല്ല ആൺമക്കൾക്കും സ്നേഹമുള്ള ആൺമക്കൾക്ക് തമ്മളുടെ അമ്മമാർ സുന്ദരിയാണെന്ന് എനിക്കറിയാം. കാർലോസ് ഇപ്പം വരും. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറട്ടെ കേട്ടോ. അമ്മ എന്നെ നോക്കാതെ വിളിച്ചു പറഞ്ഞു. അതിനിപ്പോ ഇട്ടേക്കുന്നത് അതിനെന്താ കുഴപ്പം? ഞാൻ ചോദിച്ചു. എന്നാൽ ഒരാൾ വീട്ടിലേക്ക് വരുന്നതല്ലേടാ. അത് പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറി. അല്പം കഴിഞ്ഞിറങ്ങി വന്നപ്പോ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അമ്മ പിന്നീട് ഒരു ചടങ്ങിനിടാൻ മാറ്റി വെച്ച് പുതിയ ചുവന്ന ചുരിദാർ. വില കൂടിയ തുണിയായിരുന്നു. അച്ഛനെ കൊണ്ട് അത് വാങ്ങിപ്പിച്ച് തയ്ച്ചു വെച്ചിരുന്നതാണ്. ചിറ്റയുടെ മോളുടെ കല്യാണം ഉടനെ വരുന്നുണ്ട്. അതിന്റെ പാർപ്പിക്കറ്റിൽ എന്നാൽ വേണ്ടി വാങ്ങി തയ്പ്പിച്ച ചുരിദാറാണ് അമ്മ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല, ഞാൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. ഷോൾ എന്തിയെ? ഓ, പുറത്തൊന്നും പോകുന്നില്ലല്ലോ. പിന്നെന്തിനാ ഷോൾ? അതമ്മേ, അവൻ വരുന്നില്ലേ? അതിനെന്താ? അമ്മ ചിരിച്ചു. അതെ, എന്നാലും. ഞാൻ വീണ്ടും സംശയിച്ച അമ്മയെ നോക്കി. നിനക്ക് എന്തെങ്കിലും മോശമായി തോന്നുന്നുണ്ടോ? അമ്മ ചോദിച്ചു. ഞാൻ അമ്മയുടെ മോനല്ലേ, എനിക്കെന്ത് തോന്നാൻ? അപ്പൊ കാർലോസിനും ഒന്നും തോന്നില്ല. അവന് നിന്റെ പ്രായമേ ഉള്ളൂ. അത് പറഞ്ഞ് അമ്മ എന്റെ കവളിലൊന്ന് തലോടി. അപ്പോഴേക്കും ഡോർബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. അമ്മ അങ്ങോട്ട് പോയി. ഡിന്നർ ഗസ്റ്റിനെ സ്വീകരിക്കണ്ടേ? സ്വീകരിക്കട്ടെ. കാർലോസ് അകത്തേക്ക് കയറി. കറുത്ത ജീൻസ്, നീല ഷർട്ട്, ഖാദി വെള്ളിക്കടുത്തൽ, കയ്യിൽ കറുത്ത കുരിശ് തൂമുന്ന വെള്ളിച്ചെയിൻ. അവന്റെ ദേഹത്തു നിന്നും ഉയകൂടിയ കൊളോണിന്റെ സുഗന്ധം അന്തർശിസ്തി പരന്നു. അവൻ അമ്മയെ അടിമുടി നോക്കി. സൂപ്പറായിട്ടുണ്ടല്ലോ. ഇപ്പൊ കണ്ട ഒരു സിനി സ്റ്റാർ ലുക്കുണ്ട്. അവൻ മുദ്ര കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോ കാർലോസേ. അമ്മ നാണിച്ച് പുഞ്ചിരിച്ച് പറഞ്ഞു. അവന്റെ പുകഴ്ത്തലും തമാശ പറച്ചിലും അവിടെ ആകെ പൊട്ടിച്ചിരികളും. ഞാൻ അവിടെ നിൽക്കുന്നു എന്ന് അവനൊരു വിചാരം പോലുമില്ല. അല്ല, സ്വന്തം അമ്മയ്ക്ക് പോലും ഞാനിപ്പോൾ അദൃശ്യനാണ്. പിന്നെ ഞാൻ അവൻ എന്നെ മൈൻഡ് ചെയ്യും. വാ, കഴിക്കാം. അമ്മ അവനെയും കൊണ്ട് അകത്തേക്ക് കയറി. ഞാൻ പിന്നാലെ ചെന്നു. ഞങ്ങൾ അകത്തേക്ക് ഡൈനിങ് ഹാളിലേക്ക് പോയി. അവിടെ മേശമേലുണ്ടാക്കിയ ഭക്ഷണം അമ്മ അടച്ച് ക്രമമായി വെച്ചിരുന്നു.
വന്നതേ നല്ല സ്മെൽ. കാർലോസ് മൂക്ക് പിളർത്തി ശ്വസിച്ചു. നമുക്ക് ഈ സ്മെൽ ഒന്നുകൂടി കളറാക്കിയാലോ? അവൻ ചോദിച്ചു. അവൻ ഇരുന്ന് കഴിഞ്ഞിരുന്നു. എന്ന് വെച്ച? അവന്റെ മുമ്പിൽ പ്ലേറ്റ് വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. എന്ന് വെച്ചാ ഇത്? അമ്മയുടെ മേശയുടെ അടിയിൽ നിന്നും അവന്റെ കൈ പൊങ്ങി വന്നപ്പോൾ അതിലൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു. എന്താ ഇത്? അമ്മ അതിലേക്ക് നോക്കി ഇഷ്ടക്കേടോടെ സംശയത്തോടെ നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു. കണ്ണാണോ? ഷേ, എന്റെ ചേച്ചി, ഇത് അങ്ങനത്തെ സാധനമല്ല. വൈനാ വൈൻ. ഞാനതിൻ്റെ ലേബൽ വായിച്ചു. സെലിനിബ്രു. ഇറ്റാലിയൻ. ഇത് ഇവൻ എവിടെ നിന്ന് കിട്ടും? മുന്തിരിയാണോ? അമ്മ ചോദിച്ചു. അസൈ മുന്തിരി ഫോറിൻ മൈൻ, അവൻ പറഞ്ഞു. നീ 3 ഗ്ലാസ് എടുത്ത് വെക്കടാ ചോദിക്ക, അവൻ എന്നോട് പറഞ്ഞു. മുന്തിരി വൈനാണേ കുഴപ്പമില്ല, ഇവന്റെ അച്ഛൻ ഇവിടെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 3 ഗ്ലാസ് എടുത്ത് വെച്ചപ്പോൾ അവൻ അവയിലേക്ക് നിറയൊഴിച്ചു. നിറച്ചുമോ? അമ്മ അത്ഭുതപ്പെട്ടു. എന്റെ ചേച്ചി ജ്യൂസ് കുടിക്കുന്ന ഫീലേ ഉണ്ടാകും. ഞാനും അമ്മയും ഇരുന്നു. നമ്മൾ വൈൻ ഗ്ലാസ് ഉയർത്തി. എല്ലാവരും കൂടെ ഒരു ചിയേഴ്സ് അങ്ങോട്ട് പറഞ്ഞേ. ഹേയ്, അതെന്തിനാ? അത് കൈ ഓടിക്കുമ്പോഴല്ലേ? ഇന്ന് പോ ചേച്ചി, പറ. ചിയേഴ്സ്, ഞാൻ 3 പേരും പറഞ്ഞു. എന്തായാലും പെട്ടെന്ന് തന്നെ വൈൻ എൻ്റെ തലയ്ക്ക് പിടിച്ചു എന്ന് തോന്നുന്നു. ഞാൻ അവരോടൊപ്പം കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിനിടയിൽ കാർലോസ് 2ാമതും ഗ്ലാസ് നിറച്ചു. ആദ്യത്തെ ഗ്ലാസ് മുഴുമിക്കുന്നതിൽ ആദ്യമായി മുഖ്യം കാണിച്ച അമ്മ ഉടനെ തന്നെ 2ാമത്തെ ഗ്ലാസ് എടുത്തുയർത്തി. ഞാൻ പെട്ടെന്ന് തന്നെ 2ാമത്തെ ഗ്ലാസും തീർത്തു. ഒന്ന് പതുക്കെ അമ്മ ശാസനയോടെ പറഞ്ഞു. വൈനാണെന്നും വെച്ച് അമ്മനെ മരമരാന്ന് കുടിക്കരുത്. ഒരു എക്സ്പേർട്ടും. ഞാൻ നിശബ്ദമായി പല്ലിറുമി. അമ്മയും കാർലോസും ഭക്ഷണത്തിനിടയിൽ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പൊൻസിരി, ഇടയ്ക്ക് പൊട്ടിച്ചിരി. അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ ഇരിക്കുന്നുവെന്ന തോന്നൽ പോലും അവർക്കില്ല എന്നെനിക്ക് തോന്നി. 2 ഗ്ലാസ് വൈനകത്ത് ചെന്നതിൻ്റെ നേരി എന്നെ ശരിക്കും പിടികൂടിയെന്ന് തോന്നുന്നു. എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അല്പനേരം ഞാൻ കണ്ണുകൾ അടച്ചു തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് തുറന്നപ്പോൾ ഞാനത് കണ്ടു. ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ 2 ദിവസത്തിനുള്ളിടുന്നതാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യണം.